പാർട്ടി തീരുമാനിക്കുന്ന എന്ത് സ്ഥാനമായാലും സ്വീകരിക്കും എന്ന് എൻ ശക്തൻ മാതൃഭൂമി ന്യൂസിനോട്. ഒരു സ്ഥാനത്തിന് വേണ്ടിയും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. അരുവിക്കരയിലെ പരാജയത്തിൽ ഞെട്ടിപ്പോയി എന്നും എൻ ശക്തൻ പറയുന്നു. എൻ ശക്തൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നെയ്യാറ്റിൻകരയിൽ ഒരു അട്ടിമറി വിജയം നേടിയാണ് ശക്തൻ ഇപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതീക്ഷിച്ചിരുന്നൊരു വിജയം തന്നെ. ഞാൻ മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ വിജയിക്കുമെന്ന് എനിക്കറിയാം. അവിടുത്തെ ഞങ്ങളുടെ പ്രവർത്തകരും അതുതന്നെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത വിജയമല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഏറെക്കാലം നേരത്തെ മന്ത്രിയായിരുന്നു, ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു, കാർത്തികിന് ശേഷം സ്പീക്കറുമായിരുന്നു. അപ്പോൾ ഇനി ഏത് തരത്തിലാണ് പ്രവർത്തനം ഉണ്ടാകുന്നത്? ഇനി എനിക്ക് എന്ത് സ്ഥാനം തരണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനിക്കുന്നത് എന്ത് സ്ഥാനമായിരുന്നാലും എനിക്ക് സന്തോഷമാണുള്ളത്. അരുവിക്കരയിലെ ഒരു മത്സരം നോക്കിക്കഴിഞ്ഞാൽ UDF ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു മണ്ഡലമാണ് അരുവിക്കരയിൽ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്? യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് അരുവിക്കരയിലെ പരാജയം കേട്ടപ്പോഴാണ്. ഇപ്പോൾ സ്വാഭാവികമായും ശിവകുമാർ മത്സരിക്കുമ്പോൾ BJPയുടെ വോട്ട് അത്രയും BJPക്ക് പോകില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ BJPക്കാർ അവരുടെ വോട്ട് മുഴുവൻ പിടിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീവൻ ഉള്ളതുകൊണ്ട് സ്റ്റീവൻ്റെ സമുദായത്തിലെ വോട്ട് സ്റ്റീവന് കൂടുതലായിട്ട് പോയോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറേ പോയതാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? ഇങ്ങനെ മന്ത്രിയാകണം അല്ലെങ്കിൽ ഏത് സ്ഥാനത്തേക്ക് വരണം, അങ്ങനെ എന്തെങ്കിലും ഒരു? ഞാനൊന്നും എൻ്റെ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ DC പ്രസിഡൻ്റാണ്. DC പ്രസിഡൻ്റായി ഞാൻ വന്നതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും UDFന് അനുകൂലമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു DCCയുടെ ഈ ജില്ലയിലെ കോൺഗ്രസിൻ്റെ UDFൻ്റെ പ്രവർത്തനം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെനിക്ക് സന്തോഷമുണ്ട്. ആ ഒരു പ്രവർത്തനം ഇനി തുടർന്ന് അനുകൂലമാകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്കൊക്കെ ഹൈക്കമാൻഡ് പരിഗണിക്കുന്ന തരത്തിലേക്കൊന്ന് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ആ പ്രശ്നം ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല. ഇത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നാടാർ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഇടതുപക്ഷത്തേക്ക് പോയതാണ്. അതിപ്പോൾ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും തിരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാ MLA കൂടുതൽ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ വിട്ടുപോയ വോട്ടുകൾ തിരിച്ച് കോൺഗ്രസിലേക്ക് വരുന്നത് തന്നെയാണ്. ഏതായാലും തുടർന്നുള്ള പ്രതീക്ഷകൾ, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വിജയത്തിലുള്ള സന്തോഷം, അതെല്ലാമാണ് എൻ ശക്തൻ പങ്കുവയ്ക്കുന്നത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.